പക്ഷേ ഈ പൊതു വ്യവസ്ഥാപിത സമൂഹം അംഗീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം എഴുതിയ ആളുടെ പേരിൽ ആദ്യം പബ്ലിഷ് ചെയ്ത പുസ്തകം ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ലൈംഗികതയിൽ നിന്നും അതിബോധത്തിലേക്ക്. തിരുവനന്തപുരം സമയത്ത് ഒരിക്കലും അവനാ മറ്റേ ഡ്രൈനേജിൽ പോയി ചാടി, അതിൻ്റെ കൂടെ നമ്മൾ ചാടി. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രസകരമായ ചില വ്യക്തികളുടെ മനോഹരമായ ജീവിതത്തിലൂടെ ഞങ്ങൾ ഒരു യാത്ര തുടങ്ങുകയാണ്. വെൽക്കം ടു ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇത് അനുഭവങ്ങളുടെ ലോകം. ഞാൻ ഷഹബാസ് ഇബ്നു അബ്ദുള്ള. നമ്മുടെ കൂടെയുള്ളത് തൃശ്ശൂർ പോലീസ് SI ജോസഫ്. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? വിശേഷം എന്താ, സുഖമായിരുന്നു. പ്രത്യേകിച്ച് ഈ മറ്റേ ബഷീർ പറഞ്ഞ പോലെ ജീവിതം യൗവന തീഷ്ണവും ഹൃദയം സുലഭമായി അസുലഭ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് വിചാരിച്ചപ്പോൾ നമ്മളിങ്ങനെ കുറെ ആൾക്കാരെ സോർട്ട് ഔട്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന പേര് സാറിൻ്റെ പേരായിരുന്നു. വേറെ ഒന്നുമില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞ സാറിൻ്റെ ലൈഫിലുണ്ടായ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളാണ് എനിക്ക് സാറിനോട് സംസാരിക്കാൻ തോന്നിയത്. ഞാൻ സാറിനെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സാറിൻ്റെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അനുഭവമുള്ള സാറിൻ്റെ കുട്ടിക്കാലമുണ്ട്. സാറിന് ഒരുപാട് ഒളിച്ചോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ആ ഒളിച്ചോട്ടങ്ങളിൽ തന്നെ തുടങ്ങാം. സാറിൻ്റെ ആദ്യത്തെ ഒളിച്ചോട്ടം അതിൽ തന്നെ തുടങ്ങിക്കോളൂ. ആദ്യത്തെ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാൽ ഒരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു, 6-7 പഠിക്കുമ്പോൾ ഞാട് ഇവിടെ നിന്ന് മലമ്പുഴയിലേക്ക് പഴയന്നൂരാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് മലമ്പുഴയിലേക്ക് ഒരു ജോഡി കന്ന് കൊണ്ടാണ് എൻ്റെ കൂടെ നടന്നു പോയി. ഓക്കെ. നടന്നു പോയിട്ട് അവിടെ പോയി വീട്ടിൽ നിന്ന് പറയേണ്ട പോണേ. അവിടെ വന്നിട്ട് ഇവർ കുറേ ഒരു മാസം കണ്ടാകുമ്പോഴത്തേക്കും ഇവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ എത്തിക്കും. എന്നെ പിടിച്ചുകൊണ്ടെന്ന് സ്കൂളിൽ കൊണ്ട് ചേർത്ത്. സാറേ, ഇപ്പോൾ മലമ്പുഴയ്ക്ക് പോകുമ്പോൾ സാറിൻ്റെ വീട് എവിടെയായിരുന്നു ആദ്യം? പഴയന്നൂരിൽ പൊറ്റാന്ന് പറഞ്ഞൊരു ഉൾഗ്രാമം, ഭയങ്കര ഗ്രാമപ്രദേശമാണ്, ഫോറസ്റ്റ്. അവിടെ നിന്ന് നടന്ന് ഇവരുടെ കൂടെ പോയി രാത്രി പാലക്കാടെല്ലാം ക്രോസ് ചെയ്ത് ഡാമിൻ്റെ അക്കരെ എത്തി, ആനക്കല്ല് കുറച്ച് സ്ഥലത്ത്. എന്നിട്ട് അവിടെ ഒരു കന്നുകൂട്ട് രസമൊക്കെ ആയിട്ട് ഇങ്ങനെ കന്നുപൂട്ടും കഴുകളും കാലുമേക്കലും ഒക്കെ ആയിട്ട് വന്ന് നടക്കുമായിരുന്നു. എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു? അവിടെ ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ അവർ വന്ന് പിടിച്ചു കാരണന്മാർ. അതെങ്ങനെ പിടിച്ചു? അത് ഇവർ അന്വേഷിച്ച് അവിടെ എവിടെ ഇങ്ങോട്ട് പോയത്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അവിടെ ഒരു ലാൽ കൈദിവാർ, അവൻ്റെ വീട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. അവരവിടെ പോയി ഇയാളെതിരെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആള് 14 വീട്ടിൽ പോയല്ലോ. അപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ട് വന്നതെന്ന് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നു. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അവർ വിടില്ലല്ലോ. അങ്ങനെ ഒരു തോന്നൽ, ഇങ്ങനെ പതുക്കെ ഒരു യാത്ര പോകാനുള്ള ഒരു ടെൻഡൻസി ഇല്ലേ, അങ്ങനെ അത് കഴിഞ്ഞ് പിടിച്ചുകൊണ്ടുവന്നു. അത് ചെറുപ്പം മുതലേ ഉള്ളിന്ന് വന്ന ഒരു വാസന പോലെയാണ് അല്ലേ? അതെ. എങ്ങനെയെങ്കിലും വീട്ടിൽ എപ്പോഴെങ്കിലും ഒരു യാത്ര പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. യാത്ര ഒരു ഭയങ്കര, വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു വലിയ ത്രില്ലില്ല. പിന്നെ തിരിച്ചു പിടിച്ചു പോകണമെന്നിട്ട് സാറ് വീണ്ടും ചാടി. അതെന്നായിരുന്നു? അത് 8ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പോക്കങ്ങ് പോയി. എന്നിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. 5-6 വർഷം കഴിഞ്ഞിട്ട് എങ്ങിട്ടാ പോയ? എന്നിട്ട് വയനാട് കുറുക്കതിലേക്കൊക്കെ ഇറങ്ങി. അവിടെ പോയി അന്നത്തെ കാലത്ത് ഈ ഫോണും തോന്നുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഫാദർ ഒരു കൂട്ടുകാരൻ അവിടെ നിന്ന് ചായ കുടിക്കാൻ വന്നു. ഞാൻ ഹോട്ടലിലായി അവസാനം പല പണിക്ക് പോയി. വണ്ടിയുടെ പണി, കന്നാൽ പണി, റോഡ് പണി, കന്ന് പൊട്ടൽ, മരം കയറൽ, കാട് വെട്ടൽ, അങ്ങനെ ഹോട്ടൽ ജീവിതത്തിൻ്റെ ഇടയിൽ വന്ന് കയറിക്കൂടി. ചായക്കടയിൽ നിന്ന് പാത്രം കഴുകാൻ പോയി നിന്ന് ശരിയാക്കി അച്ഛന് സപ്ലയർ വരെയൊക്കെ പ്രൊമോഷനായി നിൽക്കുന്ന സമയത്താണ് ഈ കുരിശ് വന്ന് വിടണേ. അപ്പൻ്റെ ഫ്രണ്ട് ആളെന്നിട്ട് കത്തെഴുതി അപ്പനെ വന്നിട്ട്. അപ്പനെ അന്ന് ഡ്രൈവർ ആള് അന്ന് വയനാട്ടിൽ ഓട്ടം വന്നപ്പോൾ പുള്ളിക്കാരൻ ഭാര്യേനെ, അതായത് അമ്മേനെയും കയറ്റി വന്ന് അവിടെ ചായക്കടയിൽ വന്ന് എന്താ ചായ കാപ്പി വേണ്ട ചോദിച്ചപ്പോഴേക്കും അപ്പനും അമ്മയും. എന്നിട്ട് അവരെന്നെ അവിടുന്ന് പിടിച്ചോണ്ട് വന്നു. നമുക്ക് പക്ഷെ മാനസികമായിട്ട് അവരുടെ കൂടെ വരാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ തിരിച്ചവർ വരണ വഴിക്ക് കൽപ്പറ്റ എവിടെ ചായ കുടിക്കാൻ നിർത്തി, വണ്ടി നിർത്തി. എനിക്ക് ചായ ഉണ്ടാവാറ്, എല്ലാവരും ഇറങ്ങി ചായ കുടിച്ചിരുന്നു. ആ വണ്ടിയിൽ ഞാൻ പിന്നെയും ചാടി. എന്നിട്ട് പിന്നെ പറയാം, ആദ്യം പോയ സ്ഥലത്തേക്ക് പോയില്ല, വേറെ സ്ഥലത്തൊക്കെ പോയി അവിടെയൊക്കെ നിന്ന്. പിന്നെ എന്തായാലും വേറെ ഹോട്ടലിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് പുൽപ്പള്ളിയിലൊരു ഹോട്ടലിൽ നിന്നിട്ട് അവിടെ നിന്നൊരു സർക്കാർ ഓഫീസിൽ ചായ കൊണ്ടു കൊടുക്കാൻ പോണ സമയത്താണ് ഈ ടേണിംഗ് പോയിന്റ് വരുന്നത്. സാറിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് വരുന്നത്. സാർ വീണ്ടും ചാടിയിട്ട് കൽപ്പറ്റ പോയി. വയനാട് അല്ല, വയനാട് തന്നെ. വയനാട്ടിൽ നിന്റെ പുറത്തു പോയില്ല, വയനാട്ടിൽ തന്നെ നിന്നു.
അവിടെ ഭയങ്കര തണുപ്പും ഭയങ്കര രസമൊക്കെ ആയിരുന്നു. വയനാട്ടിലെ ആൾക്കാർ ഭയങ്കര കോപ്പറേറ്റീവും ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡുള്ള ആൾക്കാർ. അപ്പോൾ സാർ അവിടുന്ന് ചാടിയിട്ട് വേറെ ചായക്കടയിൽ വേറെ ചാടായിരുന്നു. വേറെ കടയിൽ നിന്ന് അവിടുന്ന് ചായ കൊണ്ടുവിടാൻ ഹോട്ടലിൽ ഒന്ന് ചായ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ ഓഫീസിൽ ബ്ലോക്ക് ഓഫീസ് അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് 10 മണിക്ക് വന്നാൽ മതി, 5 മണിക്ക് പോവാം, ശനി അവധി ദിവസം വരണ്ട. കൂടുതൽ പേര് ഇങ്ങനെ പത്രമൊക്കെ വായിച്ചിരിക്കുന്നു, വേറെ പണിയൊന്നുമില്ല. ഞാൻ അവിടുത്തെ പലചരക്കടയിൽ ഷാലിമാറിൽ ഒരു തോമസ് ഏട്ടൻ അങ്ങനോട് വെച്ച് അവിടെ എന്തോ പരിപാടി, പണി എങ്ങനെ കിട്ടാന്നൊക്കെ ചോദിച്ചിട്ട് സർക്കാർ എന്ത് നിനക്കൊന്നും കിട്ടില്ല പോടാ പറഞ്ഞ് കണ്ടു ഓടിച്ചു. ഞാൻ ഓടുമോ? പിറ്റേ ദിവസമായിട്ട് ഞാൻ വീട്ടിൽ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, സർക്കാർ പണി, അത് പണി കിട്ടാൻ എന്താ കൊണ്ട് വെച്ചു. അതിന് വിദ്യാഭ്യാസം വരണോ? വിദ്യാഭ്യാസം അതെവിടെ കിട്ടും? ഞാൻ സ്കൂളിൽ പോയി പഠിച്ചോ. സാറ് അന്ന് പഠിക്കാൻ പോയിട്ടില്ല അല്ലേ? അല്ല, ഞാൻ 8ാം ക്ലാസ് വരെ പോയിട്ടുണ്ടല്ലോ. 8ാം ക്ലാസ്സിലാണ് ചാടിയത്. എന്നിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും എനിക്ക് 20 വയസ്സൊറ്റായി. അപ്പോൾ ഡയറക്റ്റ് പഠിക്കാൻ പഴയ സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത്രയും വലിയ ചെക്കന് സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഓപ്പൺ സ്കൂൾ തുടങ്ങി. 18 കഴിഞ്ഞവർക്ക് നേരിട്ട് 10ാം ക്ലാസ്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് നേരിട്ട് ഒരു എഴുത്തെഴുതി. അങ്ങനെ എഴുതി ആദ്യത്തെ എഴുത്തിൽ ആദ്യം പാസ്സായത്. ആ സ്കൂളിലും അങ്ങനെ എഴുതിയിട്ട് ആദ്യമായിട്ട് പാസ്സായ ചരിത്ര പുരുഷനും കൂടി. അപ്പൊ സാറ് ശരിക്കും തോമസ് ഏട്ടനോട് സംസാരിച്ച് 2ാമത്തെ ദിവസം തോമസ് ഏട്ടൻ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവിടുന്ന് ഇൻസ്പയർ ആയി തിരിച്ച് വീട്ടിലേക്ക് വന്നു. തിരിച്ച് നേരെ വീട്ടിലേക്ക് വല്ല, പിന്നെ എന്തായാലും പിടി കൊടുക്കാൻ തീരുമാനിച്ചല്ലോ വീട്ടിൽ. അപ്പൊ വീട്ടുകാരുടെ അവിടെ വേറെ ഒരു ബന്ധുക്കളൊക്കെ ഉണ്ട്. അവിടെ അമ്മയുടെ ഒരു മൂത്ത സഹോദരി ഉണ്ടായിരുന്നു. അവർ ഈ ഇടയ്ക്കങ്ങോട്ട് മരിച്ചു. അവിടെ വീട്ടിൽ പോയി. പുള്ളിക്കാരൻ്റെ ഈ അമ്മയുടെ ഹസ്ബൻഡ് വല്യച്ഛന് പോത്ത് വെച്ചോടാ. അപ്പൊ പുള്ളിക്ക് പോത്തിനെ നോക്കാൻ ഒരാളെ കിട്ടിയ പോലെ ഇത്ര വലിയ സന്തോഷം വേറില്ല. അവിടെ നിന്നു ഒരു കൊല്ലം പഠിക്കാൻ തിരിച്ചു പോയിട്ട് വീണ്ടും പണി. അവിടെ ഒരു പോത്തിലൊക്കെ അവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് മാനന്തവാടി ചന്തയിൽ നിന്ന് എടുത്ത് മീനങ്ങാടി കൊടുക്കുക. ഇൻ ബിറ്റ്വീൻ അവിടെ ഒരാഴ്ച നോട്ടം പുള്ളിയുടെ അവിടെ ഉണ്ട്. 40-50 പോത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി ഞായറാഴ്ച രാവിലെ ചന്തയെ കൊണ്ടുവരുന്ന മുമ്പ് ശനിയാഴ്ച അതിന് എണ്ണയൊക്കെ ഇട്ട് ശരവഞ്ചരത്തിൽ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ അങ്ങനെ ചെയ്ത് എന്നിട്ട് ചന്തയിൽ കൊണ്ടുപോയി കൊടുത്ത് അത് നടന്നു പോക്കാണ്. അവിടെ നിന്ന് ഒരു 9-10 കിലോമീറ്റർ ഉണ്ട്. അങ്ങ് അപ്പ് ആൻഡ് ഡൗൺ ഇതിനെ കൊണ്ട് കന്നാലി കൊണ്ട് പോകും, തിരിച്ചു വരും. വിൽക്കാത്തതിന് ബാലൻസ് തിരിച്ചുകൊണ്ടിരില്ല. അങ്ങനെ കൊണ്ടുവന്ന് കുറേ കാലം അവിടെ അവരെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് 7 മക്കളോ 8 മക്കളോ ഒക്കെയാണ്. അത് 2-3 പേര് കല്യാണം കഴിക്കാണ്ടൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഭയങ്കര കണക്ഷനായി ബന്ധമായി. ഇപ്പോൾ വയനാട് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരിനെ വിളിക്കും. ഒരു ബെല്ലാരി രാജ. ഇപ്പോൾ അടുത്ത അവിടെ പരിപാടി ഉണ്ട്, അതിന് പോകണം. അതായത് ലൈഫിലെ ചൈൽഡ്ഹുഡിലെ ഒരു ഏറ്റവും നല്ല മെമ്മറി ഒരു ടേണിംഗ് പോയിന്റ് വയനാട്. വയനാട് ഓൾവേസ് ഫേവറേറ്റ്. വയനാട് നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഉള്ള സ്ഥലമാണ്. അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ പോകും. അങ്ങനെ അവിടെ നിന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് അവിടെ നിന്ന് എങ്ങനെ ചാടി എന്നിട്ട് വീട്ടിൽ പോയി? പിന്നെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് തിരിച്ച് ചാടില്ല. പിന്നെ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു ടാറ്റ പറഞ്ഞ് ഞാൻ പോവാണ്. അടുത്ത സ്കൂൾ തുറക്കുന്ന സീസൺ ആകുമ്പോഴത്തേക്കും സാറിന് ജൂണിലാണല്ലോ സ്കൂൾ തുറക്കാം. അവിടെ നിന്നൊരു ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്കും നമ്മൾ പോന്നു. വീട്ടിലെത്തി വൈകുന്നേരം ഒരു 8-9 മണി വരെ ടൗണിന് അപ്പുറത്ത് കറങ്ങി നടന്ന് വൈകുന്നേരം വീട്ടിൽ കയറി പറഞ്ഞത് ചുമച്ച് വീട്ടിൽ കയറി. അതാരാ നീ വന്നോ? എല്ലാം ഭയങ്കര ഹാപ്പി. പിന്നെ അവർ പഠിക്കാൻ പോയി 10ാം ക്ലാസ്. പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, സ്കൂളിൽ ഒരു ചർക്കില്ല പറഞ്ഞ. അപ്പോൾ നേരത്തെ 10ാം ക്ലാസ് എഴുതി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാർന്നമാർ പറഞ്ഞ 10ാം ക്ലാസ് വരെ എല്ലാ പിള്ളേരും പഠിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് അത്ര ത്രാണി കുറവാ. അച്ഛൻ പുള്ളി ഡ്രൈവറായിരുന്നു. അപ്പോൾ പറഞ്ഞ് പഠിക്കാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇനി പിന്നെ 10 വയസ്സ് എല്ലാവരും പഠിപ്പിക്കാം. അത് കഴിഞ്ഞ് പഠിപ്പിക്കാൻ ഒരു കപ്പാസിറ്റി ഇല്ല. അത് ശരി ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പഠിക്കാൻ പോണേന് കുഴപ്പമുണ്ടോ എന്ന് വെച്ചു. പോണേന് പൈസ വെക്കരുത്. ശരി, നമ്മളതിൽ 4-5 കൊല്ലം കറങ്ങി തിരിഞ്ഞാൽ എക്സ്പീരിയൻസ് കയ്യിലല്ലേ. ഞാൻ ശരി ഞാനും കൂലിപ്പണിക്ക് പോയി അങ്ങോട്ട് പഠിച്ചു. ഫസ്റ്റ് പാസ്സായില്ലേ, ആദ്യമായിട്ട് പാസ്സായി. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി, അതും പാസ്സായി. എന്നിട്ട് ഡിഗ്രിക്ക് ചേർന്നു. BCom ചേർക്കുന്നതിന് ഇടയിലാണ് അപ്പോൾ ഞാൻ ഈ ജോലി കിട്ടാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞല്ലോ. അപ്പം ജോലി കിട്ടിയ കൂട്ടുകാരെ അവരൊക്കെ ഞാൻ പോയി കണ്ടു. ഇങ്ങനെ ജോലി കിട്ടുക, എവിടെയാണ് അപേക്ഷിക്കുക, എന്താണ് പരീക്ഷ, എവിടെയാണ് ചോദിക്കുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയുണ്ട്, PSC ഉണ്ട്, എന്നെ അപേക്ഷിക്കണം, എന്താ ചോദിക്കാൻ പറ്റും, ജനറൽ നോളജ് കിട്ടണം, അതെവിടെ കിട്ടുക, പത്രം വായിച്ചാൽ മതിയാണ്. ശരി. അപ്പം ഞാൻ അന്ന് ഈ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ, ശനി ഞായറും കൂലിപ്പണിക്ക് പോകുമ്പോൾ വീട്ടിൽ പത്രം വരുത്തില്ലല്ലോ. അപ്പം ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ ഒരു ചായക്കടയിൽ പത്രം എടുത്തിട്ട് വരും. എന്നിട്ട് അത് മുഴുവൻ ഇരുന്ന് വായിച്ചിട്ട് രാവിലെ മുമ്പാട് ഇട്ട് കൊടുത്തിട്ട് പോകും. അങ്ങനെ വായന വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ പ്രവാസി കാലഘട്ടത്തിലും വായന ഉണ്ടായിരുന്നോ. അവിടെ ഏതൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട് ഒരു ലോഡ് പൂമ്പാറ്റ, ബാലരമ, എന്തൊക്കെ ഇരിക്കണം, അത് മുഴുവൻ ഇരുന്ന് വായിച്ചിട്ട്
വായനയ്ക്ക് ഒരു ക്രേസ് ഉണ്ടായിരുന്നു. വായന ക്രേസ് ഉണ്ടായിരുന്നു. വായന എപ്പോഴും ഉണ്ട്, നമ്മൾ വായിച്ചോണ്ടിരിക്കും. ഓക്കെ. അങ്ങനെ ഡിഗ്രി പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പോലീസിൽ ആപ്ലിക്കേഷൻ അയക്കലത്. പരീക്ഷ, ഫിസിക്കൽ, മെഡിക്കൽ, ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. 92 ജൂണിൽ ഡിഗ്രി കഴിയുന്നു. നവംബറിൽ അഡ്വൈസ് മെമ്മോ കിട്ടും. നവംബറിൽ ജോലി സെലക്റ്റഡ് ആയി അഡ്വൈസ് മെമ്മോ. ത്രില്ലിങ് ജോലി കിട്ടുമ്പോൾ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ് വിളിക്കാൻ കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്രെയിനിങ്. പക്ഷെ എന്നാലും ജോലി കിട്ടിയെന്ന് പറഞ്ഞ ഒരു ജോലി പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നു. ജോലി പോക്കറ്റിലുണ്ടോ? പക്ഷെ ഇത് കിട്ടിയിട്ട് കുറച്ച് വൈകിട്ടാണോ പോയത്? അല്ല, ട്രെയിനിങ് അവർ കോൾ ഫോർ ചെയ്തില്ല. ഓഹോ. അപ്പൊ ശരിക്കും ചൈൽഡ്ഹുഡ് നോക്കുകയാണെങ്കിൽ ആ ടേണിംഗ് പോയിന്റിന് ശേഷം പിന്നെ ഒരു തിരിഞ്ഞു നോട്ടമില്ല, പിന്നെ ഒരു വാശിയായിരുന്നു അല്ലെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്നുള്ളത്. അതേപോലെ അങ്ങനെ ഇത് ഈ കിട്ടും, അല്ലെങ്കിൽ സർക്കാർ ജോലി വേണ്ടി പണിയെടുത്തു. കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. കിട്ടിയപ്പോ കുട്ടിമാമ്പ ഞെട്ടിമാമ്പ. വീട്ടുകാരെന്ത് പറഞ്ഞു? വീട്ടുകാർക്ക് സന്തോഷമായി. വീട്ടുകാർക്ക് സന്തോഷം. ഇത് കിട്ടിയെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. ഞാൻ ജോലി കിട്ടിയപ്പോൾ ഇങ്ങനെ അഡ്വൈസ് മെമ്മോ എന്നൊരു സാധനം കിട്ടി, അതെന്തിട്ടാ എന്നൊക്കെ ചോദിച്ചു. കുട്ടികളോടൊക്കെ പോയി ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ആർക്ക് കിട്ടി, ഞാൻ എൻ്റെ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. അവസാനം അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു, ഇന്ന ദിവസം ജോയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുവരെ എനിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു ഇത് കിട്ടുമോ. കിട്ടി. സാറിൻ്റെ ആ ഒരു സമയത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടല്ലോ, സാറിന് അത്രയും നാൾ സപ്പോർട്ട് ചെയ്തിരുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട് സാറിന് ഉണ്ടായിരുന്നോ? അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പല സ്ഥലത്ത് നിന്ന് ചാടിപ്പോയി ഓടിപ്പോയി എന്നൊക്കെ. അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഒരു മറ്റേ റാഡിക്കലായിട്ട് നടക്കുന്ന ആൾക്കാരോട് ഫ്രണ്ട്ഷിപ്പ് പറയില്ലോ. വൺ മാൻ ജേണിയാണ്. അങ്ങനെ കാര്യമായിട്ട് ഫ്രണ്ട്സ് ഒന്നുമില്ല. എന്നാലും പഠിത്തത്തിൻ്റെ ഇടയിൽ ഫ്രണ്ട്സ് ആൾക്കാരുണ്ട്. ഒരു കോളേജിലേക്ക് എത്തി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നുള്ള രീതി വരുമ്പോഴായിരിക്കും പിന്നെ കുറച്ചും കൂടിയും കൂട്ടുകെട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നാട്ടിൻപുറത്ത് അങ്ങനെ കൂട്ടിട്ടില്ല. അതെ. പിന്നെ ഞങ്ങൾ മാത്രമല്ല ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നല്ലാണ്. 77 വന്നതാണ്. ഫാദറൊക്കെ ആയിട്ട് സാധനം പ്രോപ്പർട്ടി എല്ലാം വിറ്റ് ഇവിടെ പുതിയ പ്രോപ്പർട്ടി എത്തിയതാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് സാറിന്റെ ലൈഫിൽ എന്തായാലും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടാവല്ലോ. സാറിന്റെ ആദ്യത്തെ പ്രണയം ആരായിട്ടായിരുന്നു? ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പഠിത്തം വന്നിട്ട് ഞാൻ 87 കാലഘട്ടത്തിലുള്ള ഈ നയനാർ മന്ത്രിസഭ മുഖ്യമന്ത്രി സമയത്ത് ഒരു കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതായജ്ഞം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ സമയത്ത് സാക്ഷരതയിൽ പഠിപ്പിക്കാൻ പോണ മാഷായിട്ട് പോയിരുന്നു ഞാൻ. അങ്ങനെ ആ വകയിൽ വീട് കിട്ടിയ ഒരു നിഷ്കളങ്ക പ്രണയം. അത് അവിടെ വെച്ച് കണ്ടുമുട്ടി സാക്ഷരത പഠിപ്പിച്ച് അവർക്ക് ഇത്തിരി അന്തസ്സുള്ള ആൾക്കാരായിരുന്നു. അവരുടെ വീട്ടിൽ പോയി പഠിപ്പിക്കണായിരുന്നു. സ്വഭാവമായിട്ട് ട്യൂഷൻ മാഷും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഇത് മുതിർന്ന ആൾക്കാർ കൂടിയാണല്ലോ. ബോത്ത് ഓഫ് ദം ആർ മെച്ചേർഡ്. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും പൂതടിഞ്ഞു. എവിടെ വെച്ച് ആ പരസ്പരം ഇഷ്ടം പറഞ്ഞു? ഇഷ്ടം അത് പറയാണ്ട് തന്നെ അങ്ങനെ സ്വഭാവമായിട്ട് അങ്ങനെ വന്നതാണ്. അന്ന് പിന്നെ 2 ദിവസം എന്തൊരു കേസായിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് ഇതിന്റെ ആഴം മനസ്സിലായത്, പ്രേമുണ്ടെന്ന് തുടങ്ങിയത്. ആളാണോ ഇങ്ങോട്ട് പറഞ്ഞത്? അല്ലെങ്കിൽ കാണാണ്ടിരിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് ബഹളൊക്കെ ആയി തുടങ്ങി. സാക്ഷരത പഠിപ്പിക്കാൻ പോയ സമയത്താണ് ഈ നാട്ടിൽ ആ സമയത്ത് ഒരുപാട് യുവതിവാക്കന്മാർക്ക് പ്രണയം സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു. അത് പറഞ്ഞാൽ ഞാനുമായിരുന്നു. അത് ഇവരെ വീട്ടിൽ ട്യൂഷൻ പോയപ്പോൾ പ്രത്യേകിച്ച് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ എല്ലാവരും പബ്ലിക്കിൻ്റെ ഇടയിൽ വന്നിരിക്കാൻ സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ കാട്ടി കുറച്ചുകൂടി റിജിഡ് ആയിരിക്കുമല്ലോ. 87 കാലഘട്ടമാണ്. അപ്പോൾ അവർ വീട്ടിൽ പോയി പഠിക്കുന്നു. അപ്പോൾ അവിടെ 2 പെണ്ണുങ്ങളായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ പതുക്കെ തുടങ്ങി ബ്യൂട്ടിഫുൾ നിഷ്കളങ്കമായ നമ്മുടെ ഈ ബഷീറിൻ്റെ കാലഘട്ടത്തിലൊക്കെ അവൾ പറഞ്ഞ ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രണയങ്ങളില്ലേ, അതേപോലെ നിഷ്കളങ്കമായ നിർമ്മലമായ ഒരു സംഭവം. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറം ഉള്ള ഒരു ആഴത്തുള്ളൊരു അനുഭൂതി ഉണ്ടാക്കി തരാൻ ആ പ്രണയത്തിന് കഴിഞ്ഞു. അവർക്കും അതുപോലെ തന്നെയാണ്. ഇപ്പോഴും അവർ കാണുമ്പോൾ ഒരു സെക്കൻഡ് ശ്വാസം കിട്ടില്ല. ഉള്ളിലൊരു നെഞ്ചിടിപ്പ് എനിക്കും അവർക്കും. അവരൊരു ഫ്രണ്ട്ഷിപ്പ് നടക്കാൻ മറന്നുപോയ പോലെ ഇവിടെ നിന്ന് നിൽക്കും. പലപ്പോഴും കാണാറുണ്ട്. അത് നേരിട്ടാണ് പറഞ്ഞ കത്തിലൂടെ അങ്ങനെ ഇങ്ങനെയാണ്? കത്തൊന്നും എഴുതാറില്ല. അയ്യോ, അതെന്നിട്ട് ഞാൻ ട്രെയിനിങ് പോയ സമയത്ത് എനിക്ക് അത് ജോലി കിട്ടി പോയല്ല. അപ്പൊ അവിടുന്ന് ഈ ലെറ്ററൊക്കെ അയക്കായിരുന്നു. മാഷിന്റെ കുത്ത് കിട്ടി, 1000 ജുഡു ജുമ്മൻ എന്നൊക്കെ പറഞ്ഞിട്ട്.
അത് പക്ഷെ പണ്ട് ഭയങ്കര ഫീലല്ലേ ഒരു ഭയങ്കര കത്ത് കിട്ടാന്നൊക്കെ പറയുമ്പോ. കത്തിട്ട് ഫീലാവുന്ന അത് പോലീസ് ട്രെയിനിങ്ങിൽ അതിൽ വലിയൊരു പീഡനമല്ല, ഇതൊക്കെ പൊട്ടിച്ച് വായിച്ചിട്ടാണ് തരിക. ഓ അവിടെ എല്ലാവരും റോക്കോളം നിൽക്കുമ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഈ അവസാനം 1000 ജുഡുജുംബനം. ഓ അങ്ങനെ അതൊരു റാഗിങ് പോലെയാണ്. അത് റാഗിങ് പോലെയാണ്. അങ്ങനെ ആ ട്രെയിനിങ് പീരീഡ് കാലഘട്ടം അത് ഭയങ്കര. പക്ഷെ നമ്മൾ ഈ പണിയെടുത്ത് ശനി ഞായറും ഫിറ്റ് ആയിട്ടാണല്ലോ പോയത്. പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള പോലെ പണിയാൻ പോയി പഠിച്ച പോലെ ആ പണിതുകൊണ്ടിരുന്ന് നടക്കുമ്പോൾ തന്നെയാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ ട്രെയിനിങ് പീരീഡിൽ ഫിസിക്കലി അത്ര പ്രശ്നം നമുക്ക് തോന്നിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ നടക്കുമ്പോൾ മേലും ഓടുമ്പോൾ ചാടുമ്പോൾ ഒക്കെ വേദന ഗീതന എന്ന് പറഞ്ഞ് കിടപ്പിലൊക്കെയാണ്. ഇവിടെ കാളപ്പൂട്ടും കന്നാലിപ്പൂട്ടും മറ്റേ തൂമ്പാക്കളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് പോണേ. ഫുൾ ഫിറ്റ് ആയിട്ടാണ് പോണേ. ഫിറ്റ് ആയിട്ട് തന്നെ പോണേ. അത് ട്രെയിനിങ് അത്ര ബിസിയില്ല. പക്ഷേ ഈ ജതി അവിടുത്തെ ഇൻസ്ട്രക്ടർമാരുടെ പീഡനങ്ങൾ ഭയങ്കര റാഗിങ് പോലെ തന്നെ ആണ്. ഞങ്ങളുടെ സെയിം PSC ലിസ്റ്റിലുള്ള ആൾക്കാർ ഒരു വർഷം മുന്നേ കയറിയവരാണ് നമുക്ക് ട്രെയിൻ ചെയ്തത്. അവർക്കാണ് ഇത്ര ഭയങ്കര ഈഗോ കോംപ്ലക്സ് പോലെ കാണിച്ചിട്ട്. ശരിക്കും നമ്മളതിൽ ടഫാവുന്നു തോന്നുന്നില്ല, നമ്മളിങ്ങനെ റാഗ് ചെയ്ത് റാഗ് ചെയ്ത് ടഫാൻ വേണ്ടിയിട്ടില്ല. അത് അവരുടെ ഓരോ മാനസിക ഈഗോയിസ്റ്റുകളാണ്. അവരുടെ ഒരു ദുഷിച്ച ഈഗോ എന്ന് പറയില്ല. നമ്മളാണെങ്കിൽ അന്ന് കാണുമ്പോൾ ഇത്തിരി ഫിറ്റാണ്, എന്തെങ്കിലും പണിഷ്മെൻറ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല, ഫ്രണ്ടിലൊക്കെ അടിക്കാൻ പറഞ്ഞാൽ നമ്മൾ പഠിക്കും. നമുക്ക് പോയി കളിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് നടക്കുന്ന വലിയ പണിയാണോ? ഇതൊക്കെ നിസ്സാര പണി. പക്ഷേ എങ്കിലും നിസ്സാരം തോന്നി കഴിയുമ്പോൾ ഇവന് ഇത് പണ്ട് ഈ പഴയ കുട്ടമ്പിള്ളയുടെ കഥ പറയില്ല, എന്താ പോലീസ് ഇരിക്കണമെന്ന് പറഞ്ഞ സൈക്കോളജി റിസർച്ച് നടത്തി പറയും. പിന്നെ എന്നെ ബഹുമാനം ഇല്ലായിരിക്കുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. ആ സൈക്കോളജി പോലെയാണ് ഇവനെ ബഹുമാനം ഇല്ലായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പണിഷ് ചെയ്യാൻ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ട്രെയിനിങ്ങിലൊക്കെ ഈ ചെരുപ്പ് വെക്കുന്നോടത്ത് ഒരു ചെരി പൊടി ചെരുപ്പിലൊക്കെ നമ്പർ ചെയ്ത് വെക്കാം, എന്നിട്ട് ആ നമ്പർ ചെയ്ത് തന്നെ പിടിക്കും. എന്നിട്ട് ഇങ്ങനെ അത് ചെയ്യില്ല, അങ്ങനെ ഞാൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് എഴുതിക്കും. പിന്നെ രാത്രി പഠിക്കും, പെണ്ണുകൾ അടുപ്പിക്കും, തലയും കുത്തി നിർത്തും. അങ്ങനെ ആ ജാതി ദേഹത്ത് തൊടില്ല. വി ഹാവ് ടു ഡു അപ്പോൺ ദെയർ കമാൻഡ്. മനസ്സിലായി? അവർക്ക് എന്താ വെച്ചാൽ അവർ പറഞ്ഞത് അതാണ്, ഒബേ ഓർഡേഴ്സ് എന്നാണല്ലോ ആദ്യം പഠിപ്പിക്കുക. നേരത്തെ എണീറ്റ് ഒരു ഷെഡ്യൂൾഡ് ലൈഫിലേക്ക് നമ്മൾ ഷെഡ്യൂൾഡ് ലൈഫിലേക്ക് വരും. ട്രെയിനിങ് അത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഈ +2 കഴിയുമ്പോഴല്ല എല്ലാവരും പിടിച്ചിട്ട് 2 കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞിട്ട് വിടണം എന്നുള്ള ഒരു അഭിപ്രായമാണ്. പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ 4 മണിക്ക് എണീറ്റ് ഒരു ഷെഡ്യൂൾ ഉള്ളതിന്റെ പേരിൽ ഈ ട്രെയിനിങ് ഒന്നും സാറിന് ഒരു വിഷയമല്ലായിരിക്കും. അല്ല ട്രെയിനിങ് എണീക്കണം മാത്രമല്ല, ട്രെയിനിങ് ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന സംഗതിയാണല്ലോ. ഓട്ടമുണ്ട്, ചാട്ടമുണ്ട്, മറിച്ചിലുണ്ട്, നടത്തമുണ്ട്. അത് പണി നല്ല ടഫാണ്. നല്ല വെയിലത്ത് നടക്കുമാണ്. നമ്മൾ അമൂൽ ബേബി പോലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ 150 പേര് തുടങ്ങിയ കമ്പനിയിൽ നിന്ന് 124 പേരാ അങ്ങോട്ട് ചാടിപ്പോയി. ട്രെയിനിങ്ങിലുള്ള സമയത്ത് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സാറിന്? രസകരമായിട്ടുള്ള അനുഭവങ്ങൾ? രസകരമായ അനുഭവം ട്രെയിനിങ് പീരീഡിൽ ഇല്ല. അതിൽ അവിടെ കൂടുതൽ ദുഃഖകരമായ അനുഭവങ്ങളാണ്. കഷ്ടപ്പാടുകളായിരുന്നു കൂടുതൽ. പിന്നെ ഇപ്പം ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, സാറിൻ്റെ ഇത്ര കാലത്തെ ജീവിതം ഇവിടം വരെ വന്നതിന് ശേഷം സാറിൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഫോർമുല എന്താണ്? സാർ എങ്ങനെയാണ് ലൈഫിനെ കാണുന്നത്? സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ലൈഫിൽ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. വരണ പാട് ചന്തം എന്നനുസരിച്ച് ജീവിക്കാൻ നല്ലത്. ഫേസ് എവറിത്തിങ് ആസ് ഇറ്റ് കംസ്. ദിസ് ഇസ് ബെസ്റ്റ് മോട്ടോ ടു അഡോപ്റ്റ് ഇറ്റ്. കാരണം നമ്മൾ വിചാരിച്ച പോലെയാണല്ലോ ഇത്. ഒന്നാമത് നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മളോട് ജനിച്ചേക്കണം. അതുപോലെ എല്ലാതും വരണ പാട് കാത്തിരിക്കുക, ഫേസ് ചെയ്യാന്നുള്ളൊരു പ്രിൻസിപ്പിളാണ് എൻ്റെ. എക്സ്പെക്ടിങ് ദ അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ്. അങ്ങനെ അതും കൂടി ഇല്ല. കാരണം അങ്ങനെ ആകുമ്പോൾ എക്സ്പെക്ടേഷൻ വന്നില്ല. ഫേസ് എവറിത്തിങ് ആസ് ഇറ്റ് കംസ് എന്ന് പറയുമ്പോൾ പിന്നെ there is a chance to expect it. വരുന്നത് അങ്ങനെ എടുക്കുക, വരുന്നത് അതേപോലെ ചെയ്യും. എന്താണ് ഏതാണോ നോക്കാൻ, എന്ത് നോക്കിയിട്ടെന്ത് കാര്യം. ഞാൻ സാറായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ഇതിൽ സാറ് ഓഷോനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ ഓഷോയും ജോസഫും, ഓഷോ എത്രത്തോളം ജോസഫിൽ ഇമ്പാക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്ത് പറയും? ഓഷോ നമ്മളെ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ സത്യത്തിൽ മെഡിറ്റേഷൻ ഫീൽഡിൽ വരുന്നത് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ മനസ്സ് ഭയങ്കര സ്കാറ്റർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല പഠിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് മണി എന്ന് പറയുന്നത്, അവനോട് കണ്ടിട്ട് ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്, ഈ മെഡിറ്റേഷനൊക്കെ കൂടി കോൺസെൻട്രേഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടത്. ഞാൻ പല വായന ഉണ്ടായിരുന്നല്ലോ, ചിത്രകഥയിലും കൊണ്ടൊക്കെ നിർബന്ധത്തിൽ ഇങ്ങനെ ദിവ്യദൃഷ്ടിയിൽ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് തപസ് ചെയ്ത് നേടിയതൊക്കെ പറഞ്ഞ് കഥകൾ, പുരാണ കഥകൾ ഒരുപാടുണ്ടല്ലോ.
അങ്ങനെ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് തൃശ്ശൂർ. ഞാൻ ചെയ്യാരത്ത് അന്ന് ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ നടത്തുന്നുണ്ട്, ഈ മഹർഷി മഹേഷ് യോഗിയുടെ. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു ചാപ്റ്ററാണ് ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ. അതിൽ കുറച്ച് ചേർന്നു. അതിൽ 2 കൊല്ലം ചേർന്ന് കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ കിട്ടി കുറേ കഴിഞ്ഞിട്ടാണ് ഈ പുസ്തകം വായനയുടെ ഇടയിൽ ഈ ഓഷോ ഒന്ന് പെടുന്നത്. വായിച്ച് പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കോൺടാക്റ്റ് ഉണ്ട്. ഈ തൃശ്ശൂർ റൗണ്ടിൽ ഓഷോ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഓഷോയിൽ കുറേ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ എല്ലാം 100 വെച്ചിട്ടു. അന്ന് ഓഷോ ഒരു വിപ്ലവമായിരുന്നു അല്ലേ? ഓഷോ അന്ന് എന്നും വിപ്ലവം തന്നെ. അൺസങ് ഹീറോസ് എന്ന് പറയില്ലേ, അൺസങ് ഹീറോസ്, അതിൽപ്പെട്ട ഒരാളാണ്. ഓഷോനെ ഈ പൊതു വ്യവസ്ഥാപിത സമൂഹം അംഗീകരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം എഴുതിയ ആളുടെ പേരിൽ ആദ്യം പബ്ലിഷ് ചെയ്ത പുസ്തകം ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ലൈംഗികതയിൽ നിന്നും അതിബോധത്തിലേക്ക്, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ശിശു ജനിക്കുന്ന സമയത്ത് ഈ എന്തായാലും സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിൽ നിന്നാണല്ലോ കുട്ടികൾ ഉണ്ടാവുന്നത്. ആ സമയം അവരൊരു ദേവാലയത്തിൽ കയറുന്ന പരിശുദ്ധിയോടുകൂടി അങ്ങനെ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടാൽ അങ്ങനെ ജനിക്കുന്നൊരു ശിശു ഒരു സൂപ്പർ ഹ്യൂമാനായിരിക്കുന്നതാണ് അയാളുടെ കൺസെപ്റ്റ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം നമ്മുടെ ഗുരുക്കന്മാർക്കൊക്കെ ഈ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സെക്സിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ സെക്സിനെ കുറിച്ച് പറഞ്ഞ ശരിക്കും ഇയാളെ സെക്സ് ഗുരു എന്ന് പറഞ്ഞ് എഴുതിയുണ്ടാക്കി ഇയാളെ ലേബലൈസ് ചെയ്തിട്ട് അവിടെ നഗ്ന നൃത്തമാണ് അതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ വ്യവസ്ഥാപിത സമൂഹം അയാളെതിരെ പ്രചരിപ്പിച്ചുണ്ടാക്കിയ നുണക്കഥകളാണ്. ശരിക്കും ഓഷോ സെക്സിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും വൃത്തിയോടുകൂടി ഏറ്റവും ഒരു അമ്പലത്തിലേക്ക് കയറുന്ന പോലെ കയറി ചെയ്യേണ്ട ഒരു പ്രക്രിയ എന്നാണല്ലോ എക്സ്പ്ലെയിൻ. അങ്ങനെയാണ് അങ്ങനെ ചെയ്യണമെന്ന്. അത് പരസ്പര സമ്മതത്തോടുകൂടി പൂരകത്തോടു കൂടി അങ്ങനെ ചെയ്യണം. അതൊരു ഒരർച്ചന പോലെ ചെയ്യണമെന്നാണ്. മനസ്സിലായോ? ഒരു അഞ്ജലി പോലെ പരസ്പര പൂരകമായിട്ട് ചെയ്യുമ്പോഴാണ് അതതിൻ്റെ അൾട്ടിമേറ്റ് കൾമിനേഷനിൽ എത്തുമ്പോഴാണ് വാട്ട് ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദൈവികത എന്ന് പറഞ്ഞ സാധനം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലിംസ് എന്ന് പറഞ്ഞ സാധനം അതിനകത്ത്. ആള് അതിൽ നിന്ന് ഉണ്ടാവുന്ന കുട്ടിക്കും ആ ഒരു ഇതുണ്ടാവും. അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വേണത് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിയുമ്പോൾ അങ്ങനെ ജനിക്കുന്ന കുട്ടി ഒരു സൂപ്പർ ഹ്യൂമൻ ആയിരിക്കും. അങ്ങനെ. പക്ഷെ അന്നത്തെ കാലത്ത് അവരതൊരു റോങ് വേയിൽ എടുത്തു. അത് ഈ സെക്സിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ള ഒരു സാധനമാണല്ലോ. സെക്സ് ഇല്ലാണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. മനസ്സിലായ? മനുഷ്യൻ ജനിക്കണ തന്നെ സെക്സ്, നമ്മൾ തെളിവ് തന്നെ. അതർവൈസ് വി വുഡ് നോട്ട് ഹാവ് ബീൻ ഹിയർ. പക്ഷെ ഇത് വാസ്തവമാണ്. വാസ്തവം ഇവിടെ ആർക്ക് ആവശ്യമുണ്ട്? സത്യം പറഞ്ഞവനെ കൊല്ലറ ജോലിയല്ലോ. അതെ. സാറിന്റെ വായനാ ജീവിതത്തിൽ സാറിന് ചെറുപ്പം മുതലേ സാറ് വായിച്ചിരുന്നു. സാറിന് വായനാ ജീവിതത്തിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബുക്സ് ഏതൊക്കെയായിരുന്നു? സാറിൻ്റെ ലൈഫിനെ ഏറ്റവും ടച്ചിങ് ആയി നിൽക്കുന്നത്? ടച്ചിങ് ആയിട്ടുള്ള പറഞ്ഞ ഇവിടെ ഈ വേൾഡ് ക്ലാസിക്കുകൾ എന്ന് പറഞ്ഞ പോലെ കുറേ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ളത് മഹാഭാരതം തന്നെയാണ്. മഹാഭാരതമാണോ? മഹാഭാരതത്തിൽ ഭയങ്കര ഇൻസ്പിറേഷനായുള്ള ഒരുപാട് സന്ദർഭങ്ങളും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊരു പ്രാക്ടിക്കൽ യഥാർത്ഥം നടന്ന ചരിത്ര സംഭവം എന്ന് പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പോഴത്തെ പരിപാടി. ചരിത്രം അത് ഇവിടുത്തെ ഒരു സന്ദീപാനന്ദഗിരി ഉണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് ഇത് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം മാനസിക തലത്തിലല്ലേ നടന്നിരിക്കുന്നത്. അതൊരു ഇമാജിനറി സാധനമാണ്. അത്രയും വലിയൊരു സാധനം അന്നത്തെ കാലത്ത് എവിടെ ഇല്ല. അതല്ലേ നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. അല്ല, അത് ഇൻസ്പിറേഷനാണ്. അതുപോലെ തന്നെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ലൈഫിലെ സിമ്പിളായിട്ട് നമുക്ക് ലൈഫിനെ കാണാൻ നമ്മളെ പരിശീലിപ്പിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ളത് ഓഷോയുടെ ബുക്സ്. ഓഷോ ബുക്സ് വായിച്ചിട്ടുണ്ടല്ലോ, നമ്മളിവിടെ ഒരു കാറ്റത്ത് ഇല പറക്കണ ഒരു രീതിയിൽ കാലത്ത് ഇല പറക്കണ എന്തൊരു ഫ്രീ ആയിട്ട് അത് പറന്നു പോകണം. അത്ര ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആവശ്യമായ മുതലതിനകത്ത് കിടക്കും. സത്യം. എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞിരുന്നു മനുഷ്യൻ കറപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് വഴിപാടിൽ നിന്നാണ് മനുഷ്യൻ ആദ്യം കറപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ശരിയാണ്. ഇവിടെ എന്ത് കാര്യത്തിലും കൈക്കൂലി അല്ലെങ്കിൽ കള്ളമട്ട് ഈ കുടുക്കാട് മട്ട് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ സംവിധാനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ ഒരു വ്യവസ്ഥാപിതമായ ഒരു സമ്പ്രദായമാണ്. ഈ കൈക്കൂലി വരാനുള്ള പ്രധാന കാരണം മനുഷ്യൻ്റെ ചെറുപ്പത്തിൽ തിരിച്ചറിവില്ലാത്ത കാലത്ത് പഠിപ്പിക്കുന്ന ഈ വിശ്വാസമാണ്. വിശ്വാസം അപകടമല്ല, പക്ഷെ അതിനു വേണ്ടി നമ്മൾ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന വഴിപാടുകൾ, അതാണ് ഈ കൈക്കൂലിയിലേക്ക് ഭാവിയിലേക്ക് കൈക്കൂലി കൊടുക്കുന്നത്. മാനസിക വിഷമം തോന്നുന്നില്ല. ചെറുപ്പം പോലെ
ദൈവത്തിൽ അനുഗ്രഹിക്കാൻ വരെ കാശ് കൊടുക്കണം. അതെ. ദൈവം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി സ്രോതസ്സാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചില്ലെങ്കിൽ ഇവിടെ എത്തൂല, മനുഷ്യന് തന്നെ. എന്നിട്ട് മനുഷ്യൻ ദൈവത്തിനെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഈ വക ദൈവത്തിന് തിന്നാൻ കൊടുക്കേണ്ട കാര്യം. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണല്ലോ. അതുപോലെയാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അത് വയലാർ പണ്ടേ പാടി പറഞ്ഞു, മനുഷ്യൻ ദൈവം മതങ്ങൾ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു. ആര് കേൾക്കാൻ? ഇത് കേൾക്കുകയും ചെയ്യും, പിന്നെ നേരെ അമ്പലത്തേക്ക് വിടുകയും ചെയ്യും, പള്ളിയിട്ട് പോകും, ഒരു നേർച്ച നടത്തും. എന്തൊക്കെ നടത്തും? വല്ല കാര്യമുണ്ടോ? ജീവിതം വീണ്ടും പഴയപടി തന്നെ. എനിക്കാണ് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്ന കാട്ടിക്കൂട്ടലാണ് അതൊക്കെ. മെന്റൽ സാറ്റിസ്ഫാക്ഷന് കൂട്ടി കാട്ടിക്കൂട്ടത്തിൽ ഇതിന്റെ ആത്യന്തികമായ രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതിനെ നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കണത് എന്താണെന്ന് വെച്ചാൽ, ഈ വിശ്വാസികൾ തന്നെയാണ് ദൈവം കഴിവില്ലാത്തവനും പൊട്ടനുമാണെന്ന് തെളിയിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ അങ്ങേര് കഴിവില്ലാത്തതെന്ന് തെളിയിക്കുന്നവനാണ്. നമുക്കൊരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ആണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ സാധനം, അല്ലേ? നമുക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടെന്ന് നമ്മൾ പറയാണ്ട് പ്രാർത്ഥിക്കാണ്ട് ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ അത് നമ്മുടെ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് പരിഹരിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ടാവില്ല എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് തന്നെയാണ്, നമ്മളെ തന്നെയാണ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആക്ച്വലി ഇത് എവരിത്തിങ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതാണ് ഇതിൽ മറ്റേ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഇതിൽ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി സ്വാഹം എന്നൊക്കെ പറഞ്ഞ സാധനത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സാധനം അവനവൻ്റെ ഉള്ളിലെല്ലാം. പക്ഷെ ഈ അവനവൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നതാണ് ഈ ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസത്തെ തകർക്കുന്ന സാധനമാണ് ദൈവവിശ്വാസം. കാരണം നമ്മളൊരു വേറൊരാൾ നമ്മളെ അനുഗ്രഹിക്കാൻ മുകളിൽ അവിടെ ഉണ്ട്, അങ്ങനെ കാത്തു നടക്കാന്ന് ആരുമില്ല. ആരെ അനുഗ്രഹിക്കുക? എവിടെ നിന്ന് കാണിക്കാൻ? അവനവന് വേണ്ടി അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നേരം വണ്ടി ഇടിക്കാൻ അതിന് മുന്നിൽ ചാടിയാൽ വണ്ടി ഇടിച്ചാവും. ഓടുന്ന വണ്ടിയുടെ ഉള്ളിൽ ഒരു ദൈവവും പരിരക്ഷിക്കാൻ ആയുസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സാറിൻ്റെ പോലീസ് അനുഭവങ്ങളെ കുറിച്ച് പറയാം. കാരണം സാർ പോലീസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പണിയല്ല. കാരണം ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ ഇത്ര മെനക്കെട്ടൊരു പണി വേറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പേരുത്ത് വണ്ടികളിൽ അവരെ പുക, ചൂട്, അതിൻ്റെ ഇടയിൽ ഇവർ ചിലപ്പോൾ കൈ കാണിച്ചാൽ വണ്ടി നിൽക്കില്ല. ആകെ കൂടി ഒരു സ്ട്രെസ്ഡ് വർക്കാണ്. അതേപോലെ തന്നെ വേറെ മേഖലയിൽ പോലീസിൽ വർക്ക് ചെയ്യണതായാലും ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ടൊരു ഫീൽഡ് സാർ എടുക്കുമ്പോൾ സാറിന് എങ്ങനെ പോയാലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. സാറിന് അതിനെ കുറിച്ച് ഒരു ഏറ്റവും നല്ലൊരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ ഇതിലാകെയുള്ള ആ ട്രെയിനിങ്ങിലെ കഷ്ടപ്പാടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് ഈ പറഞ്ഞ പണി ഹെക്ടിക്കാണ്. ഭയങ്കര ഒരു അത്യാവശ്യം നല്ല തലവേദന പിടിച്ച പണിയാണ് ഈ പോലീസ്. കാരണം അത് പോലീസ് വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റുകാർ എന്ത് ചെയ്താലും മീഡിയ ഒന്നും ശ്രദ്ധിക്കില്ല. ഒരു പോലീസ് എന്ത് ചെയ്താലും ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടർ റെപ്രസെൻറ്റേഷനാണ് പോലീസ് എന്ത് ചെയ്തു? ഇതാണ് കണ്ടില്ല, ഇവിടുത്തെ സർക്കാർ ഇതാണ് ചെയ്തത്. മീഡിയ ഫോക്കസ് ചെയ്ത് വെക്കുന്നത് പോലീസിനാണ്. കാരണം അവർ ഓൾവേസ് പ്രസൻസ് ആണ്. പകലില്ലാണ്ട് റോട്ടിലും നാട്ടിലും എവിടെ ചെന്നാലും ഇവരുണ്ട്. എന്ത് കാര്യം കണ്ടാലും ആൾക്കാർക്കൊരു പേടിയുണ്ട്, ചെന്നാൽ പിടി വീഴും എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് നിയമം ലംഘിക്കാതെ നടക്കണം. അങ്ങനെയൊക്കെ ആയിട്ടൊരു ഡിസിപ്ലിൻ വരാൻ ആണ് ഈ പോലീസിന്റെ പ്രസൻസ്. സാറിന്റെ ലൈഫില് ഇപ്പോ ഈ തൊണ്ടിമുതലും ദൃക്സാക്ഷികളൊക്കെ പോലെ ഒരു പ്രതിയെ പിടിക്കാൻ പോകുന്നു, പ്രതി പെട്ടെന്ന് ചാടി പോവാൻ നോക്കുന്നു, അങ്ങനെ ഒരു സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിടിക്കാൻ പോകുമ്പോൾ. പക്ഷെ അത് നമ്മൾ പറ്റിപ്പോൾ പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സമയത്ത് ഒരിക്കലും അവനാ മറ്റേ ഡ്രൈനേജിൽ പോയി ചാടി, അതിൻ്റെ കൂടെ നമ്മൾ ചാടി. ഡ്രൈനേജിലേക്ക് ചാടിയോ? അങ്ങനെ അത് അന്ന് ബുദ്ധിയില്ലാത്ത കാലത്താന്ന് പറയാം. ഓ, തുടക്കകാലം സർവീസ്. അന്നവിടെ ആംഡ് ഫോഴ്സിലുള്ള സമയത്താണ്. അവർ നമ്മുടെ സ്റ്റേഷനിൽ അഡീഷണൽ ഫോഴ്സായിട്ട് കൊണ്ടുപോകുമല്ലോ. ഓക്കെ. പിന്നെ മാത്രമല്ല ഈ ആരെങ്കിലും ഓടാനും പിടിക്കാനൊക്കെ നടക്കുന്നത് ഈ ചെറുപ്പക്കാർക്കല്ലേ പറ്റുള്ളൂ. ഏജ്ഡായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുട്ടിയുള്ളവർക്ക് അവർക്ക് നമ്മൾ ഡിസിപ്ലിൻ ഫോഴ്സാണ്. ഓക്കെ. നമ്മളെ കമാൻഡ് അനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ അത് അങ്ങനെ പിടിക്കാം. പിടിച്ചു പിന്നെ ആളെ പിടിച്ചു. പരിക്കൊന്നും പറ്റിയില്ല? പരിക്കും എന്താ പറയുക, ആകെ ട്രെയിനിൽ ചടിയപ്പോ അവര് പോലീസ് വണ്ടിയിൽ വരേണ്ട ഓട്ടോറിക്ഷ. പ്രതിയും പോലീസുകാരും ഓട്ടോറിക്ഷയില്, പ്രതിയില ജീപ്പിൽ കൊണ്ടുപോകും, പോലീസ് ഓട്ടോറിക്ഷയിലോ. ഓ, എന്താ സ്ഥലം. സാറിന് ഇപ്പൊ എന്താ പറയാ, ഒരു മിയർ ഡെത്ത് എക്സ്പീരിയൻസ് അങ്ങനെ ഈ ഇതേപോലത്തെ വല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് അത് ഒരു മോട്ടോർ ആക്സിഡന്റിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കാർ ഓടിച്ച് ഒരു സമയത്ത് കാറ് ലൈനായിട്ട് ഒത്തിരി അർജന്റ് ഡ്യൂട്ടിക്ക് വരുമായിരുന്നു. ആ സമയത്ത്
ഒരു ബൈക്കാരൻ പെട്ടെന്ന് കയറി വന്നു. കാറിങ്ങനെ പെട്ടെന്ന് ഓടിച്ചപ്പോൾ കാറിന് രണ്ടുമില്ല. അത്ര നല്ല പണി. പിന്നെ അപ്പോഴേക്കും വണ്ടി കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് ഇടിച്ച് മരത്തിലടിച്ച് പോസ്റ്റിലടിച്ച് അവിടെ ഇവിടെയായി തകർത്ത് പീസായി പോയി. ടോട്ടൽ ലോസായി. ഒന്നും പറ്റിയില്ല. മിറാക്കുലസ്ലി എസ്കേപ്പ്. ഓടി വന്ന് ഇവിടെ ചെക്ക് ചെയ്തു, ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല, പൊക്കോളാൻ പറ്റും. ആ സമയത്ത് എനിക്ക് ഒരു കൊച്ചുള്ളൂ, 2 കുട്ടികളാണ്. അപ്പൊ ഞാൻ ദൈവത്തെല്ലാം വിളിച്ചിട്ട് ഭാര്യനും കൊച്ചു ആരും നോക്കാവോ ഒറ്റ അതൊരു സ്പ്ലിറ്റ് സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്. അത് മറക്കാനും പറ്റില്ല. വണ്ടി ഇടിച്ച് തന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എൻ്റെ വണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു. ഇതിങ്ങനെ താനിതിനെന്തെങ്കിലും രക്ഷപ്പെട്ടു. വണ്ടി ടോട്ടൽ ലോസ്. ഇടിച്ച് പട്ടാളത്തിൽ കൊടുത്തു ഓടിക്കാനായിട്ട്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വണ്ടിയുടെ പൈസ ഞാൻ കൊടുത്തു. ലക്ഷങ്ങൾ ആശുപത്രി കഴിഞ്ഞ് മടക്കി പിന്നെ ഒടിഞ്ഞു തൂങ്ങി അടക്കം വേദന അനുഭവം ICU നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതെ, ഈ മരണം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷിക്കാതെ വരുന്നൊരു അതിഥിയാണ്. ഇതിന് ആകെ ഒരു സെക്കൻഡ് വേണ്ട. അതെപ്പോഴും വരാം. അപ്പൊ അതുകൊണ്ട് ഈ അടുത്ത സെക്കൻഡ് ചിലപ്പോൾ സംഭവിക്കും. അതുകൊണ്ട് ഈ സെക്കൻഡ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. പോസിബിൾ മാക്സിമം പോസിബിൾ പോയിന്റ്. ശരിക്കും സാറിന് ഈ പോലീസ് അനുഭവങ്ങളുടെ ഇടയിൽ ഇപ്പോൾ സാർ ഒരു കേസ് ഡീൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ സാറിന് അറിയാം ആൾ ഇന്നസെൻ്റ് ആണെന്ന്, ആൾ സാഹചര്യങ്ങളുടെ അടിസ്ഥാന പ്രകാരം പെട്ടുപോയതാണ്. എന്നാലും സാറിന് നിയമത്തിൻ്റെ ഇതിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഉള്ളിൽ ഹേർട്ട് ചെയ്തുകൊണ്ട് എടുത്ത വല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഇല്ല. നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ലോക്കൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമുള്ളൊരു ആൾക്കാർക്ക് അങ്ങനെ വരിക. ഞാനങ്ങനെ അത്ര ആ മേഖലയ്ക്ക് പോയിട്ടില്ല. എല്ലാ സ്ഥലത്ത് അങ്ങനെ പോയിട്ടുണ്ട്. ആ സമയത്ത് ചില പ്രാഥമിക കാലഘട്ടത്തിൽ അങ്ങനെ കുറച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ പണിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് രീതിയിൽ ഇങ്ങനെ മാക്സിമം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് അല്ല. അപ്പോൾ അത് നമ്മൾ ആ ചെറുപ്പകാലത്ത് കയറുന്ന സമയത്ത് അതിലത്തെ സ്റ്റേഷനിൽ SHO എന്ന് പറഞ്ഞ അദ്ദേഹത്തിനാണല്ലോ ഡിസ്ക്രിമിനേഷൻ പവർ. അപ്പോൾ അദ്ദേഹം അത് ചെയ്യും. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക അതിന് കയ്യിലിപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയാം. അതെ, അപ്പം അങ്ങനെ ഒരു വീടുന്നു. പക്ഷേ ഫോർമാലിറ്റിക്ക് കുറച്ച് ദിവസം നിർത്തേണ്ടി വരും. ശരിക്കും പോലീസിൽ പൊളിറ്റിക്സ് ഉണ്ടോ? പൊളിറ്റിക്സ് എല്ലായിടത്തും ഉണ്ടല്ലോ. അതായത് വരുന്ന പാർട്ടിക്ക് അനുസരിച്ച് പോലീസും ഫ്ലെക്സിബിൾ ആവേണ്ടി വരാറുണ്ടോ? വരുന്ന പാർട്ടിക്ക് അനുസരിച്ച് പൊളിറ്റിക്സ് ഒരാളുടെ ബേസിക്കലി വീട്ടിൽ നിന്ന് തന്നെ വരണ ഒരു ഹാബിറ്റാണ്. അത് പോലീസ് കയറിയിട്ട് വരണമെന്നല്ല. അപ്പോൾ ഈ ബഹുജനം പലവിധം എന്നാണല്ലോ. അപ്പോൾ ഈ ബഹുജനത്തിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്ന പോലീസിലേക്ക്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരു സാധനത്തിൻ്റെ ഒരു സാധനം ടാഗ് അതിനകത്ത് കിടക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ വീട്ടിൽ ആണ് ഓരോരുത്തരും വീടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ അന്ധവിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെയും കേന്ദ്രം. വളരെ പോയിന്റാണ്. നമ്മളെങ്ങനെ വളർന്നു വരുന്നു? നമ്മൾ നിഷ്കളങ്കരായ ഒരു ശിശു വളർന്നു വരുന്ന അവൻ ബലഹീനനാണ്. കാരണന്മാർ പഠിപ്പിക്കണു, കേൾക്കൂ. ടീച്ചർമാർ പഠിപ്പിക്കുന്നു, പൊളിറ്റീഷ്യൻസ് പഠിക്കുന്നു, സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ പഠിപ്പിക്കുന്നു, അത് കേൾക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോഴേക്കും നല്ലൊരു പ്രോഡക്റ്റ് സോഷ്യൽ നമ്മുടെ സെറ്റപ്പിന് പറ്റിയൊരു പ്രോഡക്റ്റായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. ഇനി ഇതൊക്കെ നുണയാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് മനുഷ്യൻ്റെ ജീവിതമാണ് പച്ച യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അസലായ തീക്ഷ്ണമായ ഒരു എന്താ പറയുക തീക്ഷ്ണശക്തി അല്ലെങ്കിൽ വായനാശീലം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് വായനാശീലം ഇനി പോസിറ്റീവ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഉൾക്കാഴ്ച വരണതും ഒരു സെൽഫ് കോൺഫിഡൻസ് വരാനും നല്ലത് വായനയാണ്. അതിൻ്റെ അത്രയും വേറെ ലോകത്ത് ഒരാളും ഹെൽപ്പ് ചെയ്യില്ല. അതാണ്. അതേപോലെ തന്നെയാണ് ട്രാവലിങ്ങും. അതുപോലെ ട്രാവലിംഗ് നമുക്ക് ഭയങ്കര ക്രേസാണ്. അപ്പം ഞാൻ നാടുവിട്ട് പോയി എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ എനിക്ക് ഈ യാത്രയുടെ ഒരു അന്നത്തെ കാലത്ത് ഈ ഇൻസ്പിറേഷൻ ഉള്ളതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനെ. നമ്മൾ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ ഒരു കർഷക കുടുംബമാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഈ വേനൽക്കാലത്ത് നേരത്തെ ചേനയും ചേമ്പും വാഴയൊക്കെ നട്ടുപിടിപ്പിക്കും. അത് കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും നല്ല ക്ഷാമകാലത്ത് അതൊക്കെ പിടിച്ച് പഠിക്കാം. അത് വിൽക്കാൻ വീട്ടിലെ ഫിനാൻസ് മാനേജർ ഞാനായിരുന്നു. എന്നെ വിൽക്കാൻ ഏൽപ്പിച്ച് ഞാൻ ഒരു ലോഡ് ചേനയും കൊണ്ട് പോയി വിറ്റ് കാശ് കിട്ടി കഴിയുമ്പോൾ ആ കൊണ്ടുപോയ സൈക്കിൾ ആ കടയുടെ സൈഡിൽ ചാരി വെച്ചിട്ട് അടുത്ത വണ്ടി കയറി പോയി. വിറ്റു കാശ് കിട്ടി സൈക്കിളെ കടയുടെ സൈഡിൽ വെച്ച് അത് 60 നിർത്തോളൂ പോണവന് സൈക്കിൾ അങ്ങനെ പോയി. അങ്ങനെയാണ് നാടോട്ട് പോയത്. രണ്ടാമത്തെ പൊക്ക് പോയത് അങ്ങനെയാണ്, വയനാട് പോയ പൊക്ക്. അവിടെ ചെന്നപ്പോൾ തണുത്ത് കുളിച്ച് തോട്ട് പൊടിയിട്ട് വിറച്ചിട്ട് വല്ല ഉണ്ടോ ഈ വെറുതെ ഒരു ലുങ്കി കൊണ്ടും ഷർട്ടും കൊണ്ടും പോണേ. കയ്യിലൊന്നുമില്ല, കൈമീശയില് പോണേ. വിശപ്പ് പിന്നെ അത്യാവശ്യം പൈസ ഉണ്ടല്ലോ, കയ്യിൽ കാശായിട്ടാണ് പോണത്. അന്ന് ആരോ 150 രൂപ 120 രൂപ ആയിട്ടുള്ളത്. പക്ഷെ അന്ന് 120 ശരിയാണ്. അന്ന്
ഒരു ദിവസം പണിക്ക് 3 രൂപ കൂലിയുള്ളൂ. അവനെ കുറച്ച് കാലം തന്നെ ഒരു മാസം ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞ പോലെ അല്ലേ സാറിന്റെ? ശരിക്കും ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഒരുപാട് കാഴ്ചപ്പാടുകൾ പൊളിയുകയും പുതിയ കാഴ്ചപ്പാടുകൾ വരികയും ചെയ്യുന്ന ഒരു ഇതാണ്. തീർച്ചയായിട്ടും എല്ലാവരും യാത്ര. നമ്മൾ ചെറുപ്പത്തിൽ ഈ മറ്റേ ഗുണപാഠ കഥകളൊക്കെ വായിച്ചല്ലോ, ഒരാളിങ്ങനെ യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ തുടങ്ങണം. യാത്രകൾ മനുഷ്യനെ വളരെ, ഈ വായനയും യാത്രയും മനുഷ്യനെ പരുവപ്പെടുത്തി എടുക്കാൻ ഇത്രയും നല്ല സാധനങ്ങൾ വേറില്ല. വായന, യാത്ര. പറഞ്ഞോളൂ. ഞാൻ സാറിനോട് അന്ന് നമ്മളിങ്ങനെ ഒരു ചർച്ചയിൽ വിയറ്റ്നാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു നമുക്ക് വിയറ്റ്നാമിലേക്ക് റോഡ് വഴി പോവാം, ഇങ്ങനെ പോവാം, ഹിച്ച് ഹൈക്ക് ചെയ്ത് പോവാന്ന് പറഞ്ഞിരുന്നു. സാറിൻ്റെ ആ ഉള്ളിലുള്ള ഒരു പവർ ഉണ്ടല്ലോ, സാറിന് എങ്ങനെയാണ് ട്രാവൽ ചെയ്യാനുള്ള ഒരു മോട്ടീവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? ഈ പ്രായത്തിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല, വീട്ടിൽ കിടന്നുറങ്ങാൻ ഏത് പട്ടിക്കാൻ പറ്റാ. അതാണ് പോയിന്റ്. ഇല്ലല്ല, വീട്ടിൽ കിടന്ന് നമ്മൾ ഈ കുറച്ച് പറഞ്ഞ പോലെ നമ്മൾ ജനിച്ചോ നമുക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പൊ കിട്ടുന്ന ജീവിതം മരിക്കുന്ന എന്തായാലും ഉറപ്പാണ്. അപ്പൊ അതിന് മുന്നേ കിട്ടുന്ന മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. യാത്ര കിട്ടുന്ന ചാൻസ് കയറിപ്പോ നമുക്ക് കുറെ യാത്ര ചെയ്ത് കുറെ സഹായങ്ങളിൽ ഫോറിൻ ട്രിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രീ ട്രിപ്പാണ് കിട്ടിയിരിക്കുന്നത്. സാറിന്റെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ട്രാവലിംഗ് എക്സ്പീരിയൻസ്, ഇന്ന ആളെ കണ്ടുമുട്ടി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ട്രാവലിൻ്റെ ഇടയിൽ അങ്ങനെ കണ്ടുപിട്ടി എക്സ്പീരിയൻസ് അങ്ങനെയല്ല. നമ്മളിങ്ങനെ കണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ അങ്ങനെ എക്സ്പീരിയൻസ്. ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല, ഒരുപാട് ജീവിതം കാണാം, ഒരുപാട് കാണാം. നമ്മുടെ ഇന്ത്യ തന്നെ വലിയൊരു ലോക സർവകലാശാലയാണ്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ ഈ സുഖലോലുപതി ഒന്നല്ല മറ്റ് സ്റ്റേറ്റുകൾ. അത് നേരിട്ട് പോയി കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. ഈ പ്രചരിപ്പിക്കുന്ന സാധനം ഒന്നല്ല വാസ്തവം ഒക്കെയാണ്, കണ്ണിൻ്റെ മുന്നിൽ കാണാലോ. അതെ. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഇന്ത്യയിൽ തന്നെ പല 28-30 സ്റ്റേറ്റുകളിലത്ത് ഇത്രയും വെറൈറ്റി കൾച്ചേഴ്സാണുള്ളത്. അങ്ങനെ കറങ്ങുക. ഞാൻ ചില സമയത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേ നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്ന് വിചാരിക്കും. അതെ. കാരണം ചിലപ്പോൾ നമുക്ക് ഉടുക്കാൻ തുണിയുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്, ഇതൊന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് നടക്കുന്ന. ഇപ്പൊ ഞാൻ കൊൽക്കട്ടയിലൊക്കെ പോയപ്പോൾ റോട്ടിലെ ഒരു സമൂഹം കിടന്നുറങ്ങുന്നുണ്ട്, പക്ഷെ അത് റോട്ടിൽ തന്നെയാണ്. പക്ഷെ അവരുടെ ഹാപ്പിനെസ് വേറെ ഹാപ്പിനെസ് ആണ്. അവരത് സാറ്റിസ്ഫൈഡ് ആണ്. വൈകുന്നേരം കട്ടിലൊക്കെ അടുക്കി വീടിനകത്ത് വയ്ക്കണം. വീട്ടിൽ പെണ്ണുങ്ങളകത്ത് കിടക്കും, പുറത്തുങ്ങളൊക്കെ എടുത്ത് പുറത്ത് കിടക്കും. വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് റോട്ടിലിടും. ഒരു കയർ കട്ടിലുണ്ടാവും, അതിലാണ് കിടപ്പൊക്കെ. അത് ഒരുമാതിരി സ്റ്റേറ്റിലൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ ഈ വിശ്വാസം മനുഷ്യനിലെ ഞാൻ നേരത്തെ പറയില്ല, ആത്മവിശ്വാസത്തെ താർക്കുന്ന സാധനമാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ആ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ അവനവൻ്റെ സമയം മാറ്റി വെച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് മനുഷ്യൻ കിടന്നിട്ട് അകത്ത് കന്നാലിനെ വളർത്തുന്ന നാടൊക്കെ ഉണ്ട്. അതാണ് ദൈവമാണല്ലോ അവര്. ഞാനൊരിക്കലും ഒരു ടെഡ് ടോക്കില് ഇങ്ങനെ കേട്ടിരുന്നു. അതായത് ആള് ലോകം മുഴുവൻ യാത്ര ചെയ്ത മനുഷ്യനാണ്. അപ്പൊ ആള് യാത്ര ചെയ്യാൻ പോകുമ്പോൾ ആള് റഷ്യയിൽ നിന്ന് അടുത്ത രാജ്യത്തേക്ക്, റഷ്യക്കാരാണ്, അവള് റഷ്യയിൽ നിന്ന് അടുത്ത രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോൾ അവര് പറയും തൊട്ടപ്പുറത്തെ രാജ്യത്തേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം, അവര് പ്രശ്നക്കാരാണ്. പക്ഷെ ആളപ്പുറത്തെ രാജ്യത്തേക്ക് പോകുമ്പോൾ വാം വെൽക്കം, ഞങ്ങൾക്ക് വെൽക്കം. അത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ഭയങ്കര ശത്രുല്ല. പക്ഷെ നമുക്കൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഉണ്ടായി. ഞങ്ങളൊരു ദിവസം കോലാലംപൂരിൽ നിന്ന് മറ്റേ അവിടേക്ക് പോയിരുന്നു, മറ്റേ ഇന്തോനേഷ്യ, ദാറ്റ് മീൻസ് ബാലിക്ക് പോകാൻ. ആ സമയത്ത് നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വിസയ്ക്ക് കൂടുതൽ ആൾക്കാരുടെ വിസയ്ക്ക് കുഴപ്പമില്ല, എൻ്റെ വിസയ്ക്ക് റീ എൻട്രി ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇന്തോനേഷ്യക്ക് പോകാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾ വിയറ്റ്നാം പോയിട്ട് പോകണം, തായ്ലൻഡ് പോയിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരണം. അവിടെ വേറെ 5 മണിക്ക് എയർപോർട്ട് എത്തില്ല. 5 മണി, അവിടെ 5 മണി എന്ന് പറയുന്നത് നമ്മുടെ അവിടെ വെളുപ്പിന് 2 മണി 3 മണി ആയിട്ടുള്ളൂ. ആരെ വിളിച്ചാൽ കിട്ടും. അവിടെ ഇരുന്ന് വിളിച്ച് എയർപോർട്ടിൽ എല്ലാവരും കണ്ടിട്ട് കാര്യമില്ല, നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് അങ്ങനെയല്ല. അപ്പോൾ പൈസ മുഴുവൻ അവിടെ നിന്ന് റിങ്കറ്റൊക്കെ മാറി കൊടുക്കുകയും ചെയ്തു. 5 പൈസയും കയ്യില്ല. പിന്നെ ഇവിടുന്ന് വെളുപ്പിന് 5 മണിയാകുമ്പോഴേക്കും അവർ വിളിച്ച് കഴിഞ്ഞിട്ട് പാസ്പോർട്ടൊക്കെ വിസ ശരിക്കും ഇഷ്യൂ ചെയ്ത് തന്നു. അവിടെ നേരെ തായ്ലൻഡിൽ പോയി ഇറങ്ങി അപ്പം തന്നെ കയറിയ ഫ്ലൈറ്റിൽ കയറി പോയി. തായ്ലൻഡിൽ പോയി എൻട്രി എക്സിറ്റ് അടിച്ച് പോണ്ടി വന്നു, തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ടാണ് ബാലിയിലേക്ക് പോയത്. ഒരു ദിവസം വെറുതെ പോയി. അപ്പോൾ ഈ തായ്ലൻഡ് പോയി ഇറങ്ങി അങ്ങനെ പോണ വഴിക്ക് പിന്നെ ഇന്തോനേഷ്യ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് പാകിസ്ഥാനിയാണ്. അപ്പോൾ അയാൾക്ക് ഈ ഫ്ലൈറ്റ് വേറെ രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഒരു എമിഗ്രേഷൻ ഫോം ഫില്ല് ചെയ്ത് തുടങ്ങുള്ളൂ. ഇത് ഇംഗ്ലീഷിലാണ് സാധനം. അതെ, പാകിസ്ഥാനി നമ്മളൊരു മച്ചെ ഫുൾ കറിനെ ഹെൽപ്പ് കറിനെ ചാറ്റ് ചെയ്യാൻ പറ്റുമോ, ഓക്കെ ക്യാ ചാഹിയെ, ഹിന്ദി ഓർക്കാൻ പറയും. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് സംസാരിക്കാൻ പറയും. അപ്പോൾ ഞാൻ പാസ്പോർട്ട് മേടിച്ചിട്ട് ഇതൊക്കെ ശരിക്കും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. പൈസ ഇല്ലാണ്ട് വിശന്ന് പ്രാണം പൊളിച്ചിരിക്കുക. പാകിസ്ഥാനിൽ നിന്നിട്ട് അവിടെ നിന്ന് വെയിറ്ററെ വിളിച്ചിട്ട് ചായയും മറ്റേ ബർഗറൊക്കെ മേടിച്ചത് ഭയങ്കര സന്തോഷമായി. പാകിസ്ഥാനിക്ക് ഭയങ്കര ബായി
ശരിക്കും പറഞ്ഞാൽ മനുഷ്യര് തമ്മിൽ ശരിക്കും ശത്രുതകൾ മനുഷ്യരെ എന്ത് ശത്രുത, ഈ രാഷ്ട്രീയക്കാർക്കല്ലേ ശത്രുത ആവശ്യമുള്ളൂ. അവരുണ്ടാക്കുന്ന ഒരു ഇതില് പെട്ടുപോകുന്നതാണ് ശരിക്കും. ഈ ചെറുപ്പം മുതൽ മനുഷ്യനെ പരിശീലിച്ചിരിക്കുന്നത് പറഞ്ഞേക്കാൻ വിശ്വസിക്കാനാണ്. യെസ്, വിശ്വാസം ഒരു ആത്മവിശ്വാസത്തെ ചോർത്തണ സാധനമെന്ന് പറഞ്ഞല്ല, അത് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വന്നാൽ അപ്പോൾ കേൾക്കണം മുഴുവൻ വിശ്വസിച്ചോളൂ. അല്ലെങ്കിൽ ദൈവം നീ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ ശരിയാണ്, നീ ഞങ്ങൾ നേർച്ച കൊടുക്കുക, ആ നേർച്ച കൊടുത്താൽ ഇത് കിട്ടും, ഈ നേർച്ച കൊടുത്താൽ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ അത്യാഗ്രഹിയാക്കി മാറ്റണം. ഒരു വളരെ നിഷ്കളങ്കനാണ്, ഒന്നും എഴുതാത്തൊരു വൈറ്റ് പേപ്പർ പോലെ ജനിച്ചു വീഴുന്ന ശുദ്ധ ഹൃദയനാണ് ഈ മനുഷ്യൻ. യെസ്, അതിനെയാണ് ഈ ജാതി വിഷമൊക്കെ ആക്കി മാറ്റിയെടുക്കുന്നത്. വേറെ രാജ്യത്ത് ജനിച്ചത് നമ്മൾ ഈ രാജ്യത്ത് എനിക്കും നമുക്കറിയായിരുന്നു. ഇറ്റ്സ് ക്വയറ്റ് ആക്സിഡന്റൽ പ്രോസസ്. അതെ, അതേപോലെ അവനും അവിടെ ജനിച്ചു, അവിടെ ജനിച്ചത് പോയത് കൊണ്ട് മാത്രം നമ്മുടെ ശത്രു എങ്ങനെയാവണത്? അതെ, ഇത് നീ കുറച്ച് പറഞ്ഞവരെ വ്യക്തിപരമായിട്ട് നമുക്ക് ആർക്കും ശത്രുതയില്ല. ഈ വിദേശികൾ പരിചയമില്ലാത്ത ആൾക്കാരോട് എന്തൊരു രസമായിട്ട് സ്നേഹത്തോടെ നമുക്ക് പെരുമാറാൻ പറ്റും. അത് ഭയങ്കര അത് യാത്ര ചെയ്തൊരു ഗുണമാണ്, യാത്ര തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപരിചിതരോട് നമുക്ക് സുഹൃത്തുക്കളെ പോലെ സഹോദരങ്ങളോട് പെരുമാറാൻ കഴിയും. അവർ എത്ര അൺലിമിറ്റഡ് ഹെൽപ്പുകൾ നമുക്ക് കിട്ടും, നമ്മളും അതുപോലെ ചെയ്തു കൊടുക്കും. ശരിക്കും മനുഷ്യർ നമ്മളൊരു ബോണ്ടിങ് ശരിക്കും യാത്രയിലാണ്. നമ്മളവിടെ ചെന്ന് കിടങ്ങി വണ്ടിയിലൊക്കെ കുടുങ്ങിയെന്ന് പറയാം, അപരിചിതർ വഴി നിർത്തി അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് അവിടെ നിന്ന് എസ്കേപ്പ് യാത്ര തുടരാനുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്തു തരും. അതെ, അതും തികച്ചും അപരിചിതര്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ. അതെ. അപ്പോൾ ഇത്ര നേരം സാറിൻ്റെ നിന്ന് ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടി. നല്ല ഇൻട്രസ്റ്റിംഗ് ടോക്കായിരുന്നു. താങ്ക് യു. അപ്പോൾ സാറ് ഇനിയും യാത്ര ചെയ്യണം. ഇനിയും ഒരുപാട് അനുഭവങ്ങളുടെ സ്റ്റോക്കുമായി വീണ്ടും ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ പീപ്പിളിലേക്ക് വരണം. തീർച്ചയായിട്ടും ഞാൻ യാത്ര വീണ്ടും പുറപ്പെടാനുള്ള പരിപാടിയിലാണ്. അതെ, അടുത്ത പ്ലാൻ എങ്ങനെയാണ്? അടുത്ത നമ്മള് വിയറ്റ്നാം. യെസ്, ആ പ്ലാനാണ്. ദുബായ് ട്രിപ്പ് ഉണ്ടാവും. യെസ്, യാത്രകൾ ഒരുപാട് ചെയ്യട്ടെ, ഒരുപാട് അനുഭവങ്ങൾ വരട്ടെ. ബ്യൂട്ടിഫുൾ പീപ്പിളിൽ വീണ്ടും വന്ന് ഈ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, എല്ലാവരും കേൾക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ സന്തോഷം സാറേ. വളരെ സന്തോഷം. താങ്ക് യു.